ഹേ ഗൈസ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ലേറ്റ് നൈറ്റ് മൂവിക്ക് നമ്മൾ പോവുകയാണ്. DNA എന്ന് പറഞ്ഞ ഫിലിമിനാണ് കേട്ടോ പോകുന്നത്. ഇന്ന് റിലീസായിട്ടുള്ളൂ, ജൂൺ 14-നാണ് ആ ഒരു ഫിലിം റിലീസായിട്ടുള്ളത്. പിന്നെ ആ ഫിലിമും പിന്നെ യുക്കാൻ്റെ കമ്പനിയായിട്ടൊരു ബന്ധമുണ്ട്, യുക്ക വർക്ക് ചെയ്യുന്ന കമ്പനിയായിട്ടൊരു ബന്ധമുണ്ട്. കാരണം ഈ അക്ബർ ഗ്രൂപ്പിൻ്റെ മുതലാളിയായ KV അബ്ദുൽ നാസർ സാറാണ് ഈ ഒരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അങ്ങനെ അവരെല്ലാ ഗ്രൂപ്പിലെ ആൾക്കാരും ആ ഫിലിം കാണാൻ വേണ്ടി പോകുന്നത്, എല്ലാവരോടും പോയി കണ്ട് റിവ്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പോകുന്നത് ആക്ച്വലി 9:30 ഷോ ആണ്. നൈറ്റ് 9:30 മോർണിംഗ് ആയിരുന്നു ഫിലിം റിലീസായിട്ടുണ്ടായിരുന്നത്. പക്ഷേ മോർണിംഗ് ഫ്രൈഡേ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റൂലല്ലോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു നൈറ്റ് 9:30 ഷോന് തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവാണ് കേട്ടോ. പിന്നെ അവിടെ നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം 9:30 ഷോ ആണെങ്കിൽ പോലും നമ്മളവിടെ ഡയറക്റ്റ് ടിക്കറ്റ് എടുക്കുമ്പം ഷോ തുടങ്ങാനാകുമ്പോൾ കുറച്ച് റഷ് കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഏതായാലും നേരത്തെ വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ, തിയേറ്ററിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു. നല്ല ഫിലിമൊക്കെ, കുറച്ച് ഫിലിമൊക്കെ അവിടെ ഓടിക്കൊണ്ടിരിക്കും, ഗോളം അങ്ങനെ കുറച്ച് ഫിലിം അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തിയേറ്ററിൻ്റെ പുറത്ത് നമ്മൾ എത്തിയ സമയത്തേക്ക് വലിയ റഷൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. ഇതാണ് DNA മൂവീൻ്റെ പോസ്റ്റർ. അപ്പോൾ നിങ്ങൾക്ക് താഴെ കണ്ടാൽ മനസ്സിലാവും KV അബ്ദുൽ നാസർ സാറാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ, യുക്കാൻ്റെ കമ്പനീൻ്റെ ബോസാണ്. അപ്പം ഇതിൻ്റെ ലീഡിങ് ക്യാരക്ടർ, ഈ മൂവിൻ്റെ ലീഡിങ് ക്യാരക്ടർ എന്ന് പറയുന്നത് അഷ്കർ സൗദാന്, റായ് ലക്ഷ്മി, അതുപോലെ തന്നെ ഹന്ന റജി കോഷിയാണ്. പിന്നെ അജു വർഗീസ്, അങ്ങനത്തെ കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ഈ തിയേറ്ററിൽ വന്ന മെയിൻ പരിപാടി എന്ന് പറയുന്നത് പോപ്കോൺ വാങ്ങാം, സ്നാക്സ് വാങ്ങാം എന്നുള്ള കാര്യങ്ങളാണ്. ആദ്യ ഫിലിമിൽ കയറുന്ന മുന്നേ, മൂവി ഷോന് കയറുന്ന മുന്നേ നമ്മളെ പരിപാടി ഇതാണ്. പിന്നെ കലീമ എപ്പോഴും തിയേറ്ററിൽ വരുന്നത് ഈ ഒരു പോപ്കോൺ കഴിക്കാനാണ്. ഈ ഒരു മസാല ഒക്കെ ആയിട്ടുള്ള പോപ്കോൺ ഉണ്ടല്ലോ, ഇത് ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പോപ്കോൺ. ഞാൻ ഫസ്റ്റ് ടൈം കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വന്ന സമയത്ത് അത് അവർ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇന്നാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു പോപ്കോൺ. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമുക്ക് കുറേ ടൈം ബാക്കിയുണ്ടായിരുന്നു മൂവി തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഏകദേശം ഈ ഒരു പോപ്കോൺ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പോപ്കോൺ. പിന്നെ സ്നാക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചു മൂവി തുടങ്ങാനാകുമ്പം വാങ്ങിക്കാമെന്ന്. കാരണം അത്രയും ടൈം ഉണ്ടല്ലോ, പിന്നെ അതും വാങ്ങിച്ചിട്ട് നമ്മൾ കയ്യിൽ പിടിച്ച് നടക്കണ്ടേ. അപ്പം നമ്മൾ വിചാരിച്ചു അതൊക്കെ ബാക്കി സ്നാക്സൊക്കെ കയറാൻ പോകുമ്പോൾ വാങ്ങാം. അപ്പോൾ ഇത്രയും ഫിലിമാണ് നടന്നുകൊണ്ടുള്ളത്. കുറച്ച് ഗോളം, അതുപോലെ തന്നെ മന്ദാകിനിക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. മന്ദാകിനി ആക്ച്വലി സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ ചിരിക്കാനുള്ള ആ ഒരു ഫിലിമാണ് കേട്ടോ. അപ്പം അതിപ്പം നടക്കുന്നുണ്ടോയെന്നറിയില്ല, പോസ്റ്ററൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെ കുറച്ച് ഫിലിമൊക്കെ ഉണ്ട്, ടേബോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഫിലിം. അങ്ങനെ നമ്മൾ അവിടെ ഓരോന്നും നോക്കി വെറുതെ 9:30 വരെ ഇങ്ങനെ നടന്ന് കളിച്ചു. കണ്ടോ, ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും തിയേറ്ററിൻ്റെ ഉള്ളിലാണ്. കാരണം അവിടെ ഫിലിം നടക്കുന്നുണ്ട്. ഗോളം എന്ന് പറഞ്ഞ ഫിലിം നമ്മുടെ തിയേറ്ററിൽ കേട്ടോ, സമുദ്രയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സമുദ്രയിൽ ഗോളം എന്ന് പറഞ്ഞ ഫിലിം നടക്കുന്നുണ്ട്. അത് തീരാൻ തന്നെ കുറേ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ 9:30 ഷോ ആക്ച്വലി 9:30 കഴിഞ്ഞിട്ടായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു ഫിലിം കഴിയാൻ കുറച്ച് ലേറ്റ് ആയിട്ടോ. അങ്ങനെ നമ്മൾ വേറെ സ്ഥലത്ത് ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് സംസാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ അതിനു മാഷാല്ല നല്ല മോളായിട്ട് ഇന്നലെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഇങ്ങനെ നമ്മളെടുത്ത് നടക്കുക, ഇല്ലെങ്കിൽ അവളൊന്ന് ഫ്രീ ആയി വിട്ടാൽ മതി. അപ്പോൾ അവളിങ്ങനെ ഫുള്ള് എൻജോയ് ചെയ്ത്, ആൻഡ് ഓൾസോ അവൾ ഫിലിം എൻജോയ് ചെയ്ത്. എനിക്ക് അതാണ് ചിരി വന്നത്. മുന്നേത്തെ ഫിലിമിലൊക്കെ അവൾ ഫസ്റ്റ് ഭാഗമൊക്കെ കുറച്ച് തുടങ്ങുമ്പോൾ തന്നെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കുറച്ച് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ വരെ അവർ ആ ഫിലിം തന്നെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് എന്ത് മനസ്സിലായിട്ടാണെന്ന് അറിയില്ല, എനിക്കത് കണ്ടപ്പോൾ ചിരിയാണ് വന്നത്. അങ്ങനെ നമ്മൾ ഫിലിം തുടങ്ങാനായിട്ടോ 9:15 ഒക്കെ ആയപ്പോൾ നമ്മൾ വിചാരിച്ചു സ്നാക്സ് വാങ്ങണം. അങ്ങനെ നമ്മൾ മുന്നേ എപ്പോഴും വാങ്ങുന്നതാണ് ഈ ചക്രവും കൊള്ളിയൊക്കെ. അങ്ങനെ നമ്മൾ അതൊക്കെ വാങ്ങി. പിന്നെ നമ്മൾ
കൂൾ ഡ്രിങ്ക്സ് ആയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് കഴിച്ച ഒരു സംഭവമാണ്. ആക്ച്വലി ഒരു മിറിൻഡൻ്റെ ഒക്കെ ആ ഒരു ടൈപ്പാണ്. ഫ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡ്രിങ്കായിരുന്നു നമ്മൾ കൂൾ ഡ്രിങ്ക് ആയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കണ്ടോ, ഈ ഒരു ചെറിയ ബോട്ടിൽ 2 എണ്ണമാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ സമയം ഒരു 9:30 ഒക്കെ ആയപ്പോഴത്തേക്കും ഗോളം ഫിലിം കഴിഞ്ഞിട്ട് എല്ലാവരും ഇറങ്ങി. പിന്നെ റഷ് തുടങ്ങി കേട്ടോ. തിയേറ്ററിൽ നിന്ന് ആൾക്കാർ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കും റഷ് തുടങ്ങി. പിന്നെ നമ്മൾ തിയേറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കധികം ഫിലിമൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. തിയേറ്ററിൻ്റെ ഉള്ളിലുള്ള വീഡിയോസൊന്നും അധികം ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഫിലിമിൻ്റെ റിവ്യൂ പറയുകയാണെങ്കിൽ ആക്ച്വലി ഇതൊരു ക്രൈമാണ്, റിവെഞ്ച് ക്രൈം മൂവിയാണ്. പിന്നെ എന്നെപ്പോലത്തെ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു ഫിലിം കാണുമ്പോൾ കുറച്ച് എന്താ പറയുക, പേടി ഉണ്ടാകും. കാരണം എനിക്കൊരു ചെറിയ ആക്സിഡൻറ്റ് പോലും കാണാൻ പറ്റാത്ത ഒരാളാണ്, ചെറിയൊരു ബ്ലഡും. ഇതിൽ ഓരോ പോർഷനും അങ്ങനത്തെ ഒരു ക്രൈം നടക്കുന്ന സമയത്ത് ഞാൻ കണ്ടുപൂട്ടിയിട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇത് ആക്ച്വലി അടിപൊളി ഫിലിം തന്നെയാണ്. ഇവർ കുറേ ഫിലിം മുന്നേ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി ഈ ഒരു ഫിലിം ഇഷ്ടപ്പെട്ടു. ഇത് ആക്ച്വലി ഒരു റിവെഞ്ച് ക്രൈമാണ് ഈ ഒരു ഫിലിം. പിന്നെ ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇതിൻ്റെ ലീഡിങ് ക്യാരക്ടറായിട്ട് പോലീസ് ഓഫീസറായിട്ടുണ്ടായിരുന്നത് റായ് ലക്ഷ്മി. പിന്നെ 2 ലീഡിങ് ക്യാരക്ടേഴ്സാണ് അഷ്കർ സൗദാനും അതുപോലെ തന്നെ ഹന്ന റെജി കോശി. അപ്പം ഈ ഒരു ഫിലിം നിങ്ങൾ എന്തായാലും പോയി കാണാം. കാരണം ഫിലിം എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കിഷ്ടപ്പെട്ടു. കണ്ടോ, KV അബ്ദുൽ നാസർ സർ പ്രസൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഇവരെ കുറേ ഫിലിം റിലീസായ ഫിലിമൊക്കെ ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു DNA എന്ന് പറഞ്ഞൊരു ഫിലിമാണ്. ഈ ഒരു ഫിലിമാണ് കേട്ടോ. അപ്പം നിങ്ങളും എന്തായാലും പോയി കാണാം. ഓക്കെ. പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് നല്ല വിശപ്പായിരുന്നു. അങ്ങനെ നമ്മൾ സീതാപാനിയിൽ പോയി 12:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, 12:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഫിലിം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് കിട്ടിയ ബാക്കിയൊക്കെ ക്ലോസ് ആയി കേട്ടോ. പകുതി മുക്കാൽ റെസ്റ്റോറൻറ്റ് ക്ലോസ് ആയി. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സീതാപാനിയിൽ അങ്ങനെ നമ്മൾ കയറി. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അൽഫാമാണ്. കുറേ ഫുഡൊക്കെ അവർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് അൽഫാമും, പെരി പെരി അൽഫാമും, പിന്നെ നോർമൽ അൽഫാമും കുബൂസും ആയിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനും അപ്പോഴത്തേക്ക് എണീച്ചിട്ടുണ്ടായിരുന്നു. ഫിലിം ലാസ്റ്റ് എത്തുമ്പോഴത്തേക്ക് അവൾ എണീച്ചിട്ടുണ്ടായിരുന്നു. അവൾ ഫസ്റ്റ് ഹാഫിൽ എണീച്ചു, പിന്നെ സെക്കൻഡ് ഹാഫിൽ ഉറങ്ങി. ഇപ്പോൾ പിന്നെയും അവൾ എണീച്ചിട്ടോ. നമ്മൾ സീതാപാനിയിൽ എത്തിയപ്പോഴത്തേക്ക് അവൾ എണീച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾക്ക് ഞാൻ ബിസ്ക്കറ്റും പിന്നെ വെള്ളവും ചൂടുവെള്ളവും അധികം പുറത്തും എടുക്കും. കാരണം അവൾക്കിപ്പോൾ വിശക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാനും ഋതുക്കിയും എന്താ പറയുക, പെരി പെരി അൽഫാമായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. റിയാനും കലിമയും നോർമൽ അൽഫാമാട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ലോണം വിശന്നിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ നേരത്തെ ഇറങ്ങിയല്ലോ, 8:30 ഇറങ്ങിയിട്ട് നമ്മളാകെ സ്നാക്സ് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. വിഷമമുണ്ടോയെന്ന് അറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ കുബൂസും അൽഫാമും. പിന്നെ അതിനു മൊത്തം അതൊക്കെ എടുത്തിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. കലിമാൻ ഇടങ്ങാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവൾ ഫുഡ് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ മാഷാഅല്ലാഹ് ഞാൻ ഗിവ് അവേ വീഡിയോയിൽ ഇട്ടതിൽ എനിക്ക് തോന്നുന്നു 57 പാർട്ടിസിപ്പൻസ് ആണ് ഇപ്പോൾ എനിക്ക് ആയത്. അപ്പോൾ ഇനിയും നിങ്ങൾ കമൻറ്റ് ഇടാം. ജൂൺ 30th ഞാൻ എപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. ജൂൺ 30th ഞാൻ ലോട്ട് എടുക്കുന്നത്. അപ്പം എടുക്കുന്ന സമയത്ത് ഞാൻ ലൈവ് വരുന്ന സമയത്ത് എല്ലാവരും കറക്റ്റ് ടൈം പാർട്ടിസിപ്പൻസ് ലൈവിൽ വരാം. പിന്നെ ഞാനത് പോസ്റ്റ് ചെയ്യും, എന്നാലും നിങ്ങൾ ലൈവിൽ വരാം. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ.